BJP ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ കോൺഗ്രസിന്റെ ഇപ്പൊ തന്നെ ഞാൻ അവരുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയപ്പോൾ കണ്ണന്നൂരിൽ ഒരു റൂറൽ സൊസൈറ്റി ഉണ്ട്. ആ റൂറൽ സൊസൈറ്റിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ആളുകളെ പറ്റിച്ച് കുടുംബങ്ങൾ തകർത്ത ഒരു ഭാര്യയും ഭർത്താവുമാണ്. ഭാര്യ അവിടുത്തെ മെമ്പറായിട്ട് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ജനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഞാൻ പത്രസമ്മേളനത്തിൽ തയ്യാറാകും. എന്റെ കാറിനകത്ത് ഞാനും ശ്രീമതി പ്രമിള ശശിധരനും യാത്ര ചെയ്യുന്നു. ആ സമയത്ത് ഇത്തരത്തിൽ ഒരാൾ എന്റെ കാറിനകത്ത് എങ്ങനെ വന്നു? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിഞ്ഞു നിൽക്കുകയാണ്. ഞാൻ അപ്പുറത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. കോൺഗ്രസ്സുകാരുടെ തന്നെ 2 വണ്ടികളാണ് നമ്മുടെ പിറകിൽ ഫോളോ ചെയ്യുന്നത്. അതിൽ കൊടിവെച്ച കാറുകളുണ്ട്. അപ്പൊ അത് ഇവിടെ അന്വേഷണം നടത്തേണ്ടത് പോലീസാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ നമ്മൾ ജയിക്കുമെന്ന് ഏതാണ്ട് ബോധ്യമായി. അപ്പോൾ അടുത്ത കഥയിലേക്ക് കടന്നിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന ഒറിജിനൽ ദൃശ്യങ്ങൾ തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കാണിക്കാം. വെളുത്ത ചുരിദാറിട്ട ഒരു സ്ത്രീ നമ്മുടെ കാറിനകത്ത് ഇരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ കാണിക്കുന്നത്. അപ്പൊ ഈ ദൃശ്യം എങ്ങനെയാണ് ഒരു മീഡിയയാണ് ഏറ്റവും ആദ്യം ഇത് മാനിപ്പുലേറ്റ് ചെയ്തൊരു തയ്യാറാക്കിയിട്ടുള്ളതെങ്കിൽ അതെങ്ങനെ കിട്ടി? ആ ദൃശ്യം ഇന്നത്തെ ദൃശ്യമാണോ പരിശോധിക്കണ്ടേ? ആ ദൃശ്യത്തിൽ കാണുന്ന സ്ത്രീ ആരാണ്? കാരണം അവർ വാട്സപ്പ് അയച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ BJPയുടെ ഏത് വ്യക്തിയാണ് എന്റെ കൂടെ ഉള്ളത്? ഇപ്പൊ ഇത്രയും ആളുകൾ നമ്മളുണ്ടല്ലോ. നിങ്ങൾ ആ പ്രദേശത്ത് മുതൽ, അതായത് ഈ തടഞ്ഞപ്പോഴാണല്ലോ ഞാൻ ജനത്തിനെ വിളിച്ചു വരുത്തുന്നത്. ഇവൻ ഈ വ്യക്തി എന്നെ തടഞ്ഞു, എന്റെ വിഷ്വൽ എടുത്തു, പരാതി കൊടുക്കണമെന്ന് സംസാരിക്കാനാണല്ലോ ഞാൻ ജനചാനലിൽ വിളിച്ചു വരുത്തിയത്. അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ച ഈ 2-3 സാമുദായിക നേതാക്കന്മാരെ കണ്ടതിന് ശേഷം വേണം എനിക്ക് 2 മണിക്ക് പത്രക്കാരെ വിളിക്കാൻ. എല്ലാ പത്രക്കാരെയും വിളിക്കണം. ഒരു ചാനലിൽ മാത്രമായിട്ട് എനിക്ക് ദൃശ്യം കാണിക്കാൻ പറ്റില്ല. ഒറിജിനൽ ദൃശ്യം ഞാൻ ജനങ്ങളുടെ മുന്നിൽ വെക്കും. അതിശക്തമായി ഇവർ ചെയ്ത ഈ അന്യായത്തിനെതിരെ അതിശക്തമായിട്ട് പ്രതികരിച്ചിട്ടുള്ളത് ശ്രീമതി പ്രമിള ശശിധരനാണ്. അത് ദൃശ്യത്തിലുണ്ട്. എവിടെയും സംയമനത്തോടുകൂടി പെരുമാറുന്ന പാലക്കാടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന 25 കൊല്ലം മുനിസിപ്പൽ കൗൺസിലറായിട്ടുള്ള ശ്രീമതി പ്രമിള ശശിധരൻ ആ ചെറുപ്പക്കാരനോട് സംസാരിക്കുന്നതിന്റെ വിഷ്വൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? അതല്ലേ പരിശോധിക്കേണ്ടത്. മീഡിയ വരട്ടെ, 2 മണിക്ക് പോലീസ് ഇവരെ ചോദ്യം ചെയ്യണം. ഞാൻ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താതെ ഈ കാര്യം വിടും എന്ന് ആരും കരുതണ്ട.